മൂപ്പിലാൻ തട്ടിപ്പോയോ, മൂപ്പിലാന്റെ കാറ്റ് മിക്കവാറും ഉടനെ പോവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ചില ആശാമാരുണ്ട്, ചില ഓൺലൈൻ ആശാമാരുണ്ട്. ഈ ആശാമാരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു എന്നറിയാൻ വലിയ താല്പര്യമുണ്ട്. അതുപോലെ മറ്റൊരു ആശാനാണ് ഒരു ദിവസം ചെയ്തൊരു വീഡിയോയിൽ, ഞാൻ അത്തരം വീഡിയോകൾ അധികം കാണാറില്ല, കാണാൻ പറ്റില്ല, നമുക്ക് നമ്മളെ മാനസികമായി വല്ലാത്ത തരത്തിലൊരു ഒരു വിദ്വേഷമൊക്കെ ജനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ്. അപ്പോ അതിലൊരു വീഡിയോയിൽ ഒരു ആശാൻ ഇങ്ങനെ ഇരുന്ന് പറയാണ്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിൽ പോയിട്ട് അവിടുത്തെ ഒരു മതിലിൽ ഇങ്ങനെ കൈവച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റൈസിംഗ് ലയൺ. അതോടെ ഇറാൻ തീരുകയാണ്, ഇറാന്റെ മേൽ തീമഴ പെയ്യുന്നു, ഇറാൻ തീരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ വന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും വിചാരിച്ചിരുന്നത്. ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തി, ഇറാൻ അതിനോടൊന്നും കിടപിടിക്കാൻ പറ്റാത്ത, ഇറാൻ കുറച്ച് ഡയലോഗുകൾ പറയുക മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ മുമ്പിലേക്കാണ് 11 ദിവസം കൊണ്ട് അടിയോടടി അടിച്ചിട്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, മൊസാദിന്റെ ആസ്ഥാനമടക്കം കത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന, മൊസാദിന്റെ ആസ്ഥാനം കത്തിയെരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങള് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഘട്ടത്തിലും അതിനുശേഷമൊക്കെയുള്ള വീരോചിതമായ ആക്രമണങ്ങളുടെ ഘട്ടത്തിലുമൊക്കെയാണ് ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ഇറാൻ ഓടിച്ചിട്ടടിച്ചു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് ലോകത്തിന് മനസ്സിലായത്. അപ്പൊ അതിൽ തന്നെ ഈ വെടിനിർത്തലിലേക്ക് നയിച്ച കാരണങ്ങളിൽ എന്താണ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇറാനോടുള്ള താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ട് വല്ലതും ആണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നിഷ്കളങ്കരെന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ അത് ഇറാനെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് പറയുന്നു. ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ഫാന്റാസ്റ്റിക് എന്നോ അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ ഖമേനിയെ അപായപ്പെടുത്തുമെന്ന നിലയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഖമേനി എവിടെയാണ് ഉള്ളത് എന്നറിയാം എന്നൊക്കെ പറഞ്ഞുള്ള തള്ളുകളുമായിട്ടൊക്കെ വന്നു. അങ്ങനെ പലതരത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആരും ഇസ്രായേലിലെ കുറെ ജനങ്ങൾ ഇതൊക്കെ മുഖവിലേക്ക് എടുത്ത് കാണും. പക്ഷെ ഇറാനിലെ ജനങ്ങളോ അവിടുത്തെ ഭരണകൂടമോ ഇതൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് ട്രംപിനെയും ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അപ്പോ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആജ്ഞ കൊടുത്തിട്ട് അവിടുത്തെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്നിട്ട് 60 കിലോമീറ്റർ തുരന്നത്. നതാൻസും ഫോദോയും അസ്ഫഹാനും ഒക്കെ തുരന്ന് അവിടെയൊക്കെ അവിടുത്തെ ആണവ സമ്പുഷ്ടീകരണവും ആണവ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ച് തകർത്തു എന്നൊക്കെയുള്ള അവകാശവാദമായിരുന്നല്ലോ. അതിപ്പോ ഇപ്പോഴും അമേരിക്കയിലെയും ട്രംപും ഒക്കെ തുടരുന്നുണ്ട്. പക്ഷെ ഇറാൻ പറഞ്ഞു അത് 60 മീറ്ററിന് താഴെയല്ല, 90 മീറ്റർ താഴെയാണ്, 60 മീറ്റർ താഴെ പോയി തുറന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് ഇറാൻ പിന്നീട് പറയുന്നൊരു സാഹചര്യം ഒക്കെയാണ് വന്നത്. അതിനുശേഷം കൃത്യമായിട്ടും ആ ആക്രമണത്തിന് മറുപടിയായിട്ട് മിഡിൽ ഈസ്റ്റിലെ, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, താവളങ്ങൾക്ക് നേരെ അങ്ങോട്ട് ഇറാൻ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയപ്പോഴാണ് ട്രംപിന് ഇത്തിരി കാര്യം മനസ്സിലായത്, ബോധോദയം ഉണ്ടായത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ട്രംപ് അതൊരു ബിസിനസ്സുകാരനാണ്. ട്രംപിന്റെ മൊത്തം ബിസിനസ്സും അല്ലെങ്കിൽ ബിസിനസിന്റെ ഭൂരിഭാഗവും മിഡിൽ ഈസ്റ്റിലാണ്, പശ്ചിമേഷ്യയിലാണ്. അത് UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദി അറേബ്യയിൽ, ദമാമിലടക്കം പലയിടങ്ങളിലുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ബിസിനസ് വിട്ടൊരു കളിയില്ലല്ലോ. അപ്പൊ എല്ലാത്തിനും ഒരു വെല്ലുവിളിയായി മാറുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതുപോലെ അമേരിക്കയുടെ ഇടപെടൽ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടോ അല്ലെങ്കിൽ ലോകത്ത് അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പ്രസംഗിച്ച പോലെയോ പ്രഖ്യാപിച്ച പോലെയോ ഒന്നും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ല അദ്ദേഹം ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്, അല്ലെങ്കിൽ വെടിനിർത്തൽ ഏകപക്ഷീയമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ വെടിനിർത്തൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ശേഷം അതിന്റെ സമയം കഴിഞ്ഞിട്ടും പിന്നെയും ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ടെലിവിഷൻ സ്ക്രീനിൽ നോക്കിയിട്ട് അദ്ദേഹം FUCK എന്നൊക്കെ ഉപയോഗിച്ചിട്ട് കുറെ തെറി നെതന്യാഹുവിനെ വിളിച്ചു, നെതന്യാഹുവിനെ ഫോണിൽ സംസാരിച്ച് നെതന്യാഹുവിനെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കാലുഷ്യത്തോടെയുള്ള നമ്മൾ പുലയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഭാഷയാണ് ട്രംപ് നെതന്യാഹുവിന് നേരെ ഉപയോഗിച്ചത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് പതുക്കെ നെതന്യാഹു വെളിയിൽ ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ട്രംപ് ഇസ്രായേലിനെ പുകഴ്ത്തിപ്പാടിയിരിക്കുന്നു, ട്രംപ് ഇസ്രായേലിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു, ട്രംപ് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നു വെടിനിർത്താനെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളാണ്. എനിക്കിത് സത്യത്തിൽ ഇത് കേട്ടപ്പോ നമ്മുടെ മായാവി സിനിമയാണ് ഓർമ്മ വന്നത്. മായാവി സിനിമയില് മായാവി കഥാപാത്രം മമ്മൂട്ടിയാണല്ലോ.
മമ്മൂട്ടി പക്ഷെ മായാവിയാണെന്നുള്ള ആർക്കും അറിയില്ല. അപ്പൊ മായാവിയുടെ ഫോൺ കോൾ വരുന്നു അവിടുത്തെ ഒരു ചായക്കടയിലേക്ക്. ആ ഫോൺ കോളിൽ മായാവി സ്രാങ്കിനെ വിളിച്ച് സംസാരിക്കുകയാണ്. സ്രാങ്ക് വരുന്നു. സ്രാങ്കിനോട് സലീം കുമാർ അവതരിപ്പിക്കുന്ന സ്രാങ്ക് എന്ന കഥാപാത്രത്തോട് മായാവി പറയുന്നത്, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തതിൽ നിന്റെ കഴുത്ത് ഞാൻ ഇറക്കുമെന്നാണ് മായാവി സ്രാങ്കിനോട് പറയുന്നത്. ഇതെല്ലാം കേട്ട് ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് സ്രാങ്ക് ഇതെല്ലാം കേട്ട് ഗംഭീരമായിട്ട് അതിന് ചില ടാക്ടിക്കലായ മറുപടികളൊക്കെ പറഞ്ഞ ശേഷം അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുകയാണ്, അവൻ എന്നെ മറന്നില്ല, ഞാൻ പഠിപ്പിച്ച വിദ്യയൊന്നും ഇതുവരെ മറന്നിട്ടില്ല. അവൻ പറയാണ് അവന് പരസ്യമായി ഗുരുപൂജ ചെയ്യണമെന്ന്, അതും ക്ഷേത്ര നടയിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെയാണ് നെതന്യാഹു ഈ ട്രംപിന്റെ ഫോൺ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഈ അറഞ്ചം പുറഞ്ചം തെറിയേറ്റ ശേഷം ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞത്. ട്രംപ് വളരെ ഗംഭീരമായെന്ന്, കാര്യങ്ങളൊക്കെ ഗംഭീരമായെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതിന്റെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ രസകരമായി തോന്നുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. യുദ്ധം രസമാണെന്ന് ചോദിച്ചാൽ ഒട്ടും രസമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇരുന്നുകൊണ്ട് ഈ 11 ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ 12 ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ ഈ പ്രത്യേകിച്ചും ഈ മാധ്യമ വാർത്തകളും മാധ്യമങ്ങളുടെ തള്ളുകളും ഒക്കെയാണ് ഏറ്റവും രസകരമായി തോന്നുന്നത്. അതുപോലെ പല ഘട്ടങ്ങളിലായി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങൾ, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഓരോ സമയത്തായി ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ ആയിട്ട് ട്രംപ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എന്താണ്? എവർലാസ്റ്റിംഗ് എന്താണ് ഈ കാലാകാലത്തേക്കുള്ള എല്ലാ കാലത്തേക്കുമുള്ള വെടിനിർത്തൽ ഇസ്രയേലിനും ഇറാനും ഇടയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഡൊണാൾഡ് ജെ ട്രംപ് ആണ്, ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേയധികം രസകരമായ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടന്നു. മാധ്യമങ്ങൾക്കും പശ്ചിമേഷ്യയ്ക്കും ലോകത്തിനുമൊക്കെ ഇപ്പോ കുറച്ച് കാര്യങ്ങൾ, ഇറാനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തത വന്നു കാണാം. അന്നും ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ തുടങ്ങിയിട്ടുമില്ല, തുറന്നിട്ടുമില്ല, ഞങ്ങളുടെ ആയുധപ്പുര ഞങ്ങൾ തുറന്നിട്ടില്ല, ഞങ്ങളുടെ ഈ മിസൈൽ പുര തുറന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ ലോകം ഞെട്ടും. അങ്ങനെ മിസൈൽ പുര പോലും തുറക്കാതെയാണ് ശരിക്കും ഇറാൻ അവരുടെ തദ്ദേശീയമായ ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ വലിയ സൈനിക ശക്തി എന്ന് ഈ ലോകം കരുതുന്ന ആശാന്മാര് വെറും കുമിളകളാണെന്നോ അല്ലെങ്കിൽ ഊതി വീർപ്പിച്ച ബലൂണുകളാണെന്നോ തെളിയിച്ചത്. ഒരു വാർത്തയിൽ ഞാൻ വായിച്ചത്, ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചു മണിക്കൂറുകൾ നേരം ഇസ്രയേലിന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോമും താടും ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ അവർക്ക് ബില്യൺ കണക്കിന് ഡോളർ വേണ്ടിവരുമെന്നാണ്. ചില മണിക്കൂറുകൾക്ക് നേരത്തേക്ക് ഇന്ത്യൻ മണിയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2500 കോടി ഡോളറൊക്കെ വേണ്ടിവരുമെന്നാണ്. അതായത് ബില്യൺ കണക്കിന് ഡോളർ ഒരാവശ്യവുമില്ലാതെ ഇസ്രയേൽ പൊളിച്ചു കളഞ്ഞ ഒരു യുദ്ധമാണ്. അത് ആർക്കാണ് ബാധ്യതയാകുന്നത്? അമേരിക്കയ്ക്കാണ്, അമേരിക്കയിലെ ടാക്സ് പേയേഴ്സിനാണ്. ഇസ്രയേലിന്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ലെന്ന് പറയുന്നത് പോലെ, ഒരു പൂക്കാച്ചുളയും ഇല്ലെന്ന് പറയുന്നത് പോലെ, ഇസ്രയേലിന് ഈ യുദ്ധത്തിൽ അത് എത്ര നാൾ നീണ്ടുപോയാലും അതിന്റെ എല്ലാം ബാധ്യത അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങളാണ് എന്നുള്ളൊരു ബോധം കൂടി അത് നേരത്തെ ട്രംപ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഇത്രയേറെ അറഞ്ചം പുറഞ്ചം തെറിവിളി കേൾക്കാനുള്ള ഒരു ചരിത്ര നിയോഗം കൂടി നെതന്യാഹുവിനുണ്ടായി എന്നുകൂടി ഏറ്റവും ചുരുക്കി ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നു. കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒക്കെയായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒപ്പം ചേരാം. പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സമാധാനം പുലരട്ടെ.